സിനിമയിലെത്തുന്നവരിൽ പലതരത്തിലെ അഭിനേതാക്കൾ ഉണ്ടാകും. പലരും വർഷങ്ങളായി ആശിച്ചും മോഹിച്ചുമായിരിക്കും ഇങ്ങനെയൊരിടത്തേക്ക് വന്നു ചേരുക. എന്നാൽ മറ്റു ചിലരാകട്ടെ തീർത്തും അപ്രതീക്ഷിതമായി നിലച്ചിരിക്കാത്ത നേരത്താകും നടനും നടിയുമൊക്കെയായി മാറുന്നത്. മലയാള സിനിമയ്ക്ക് ഇന്നും എന്നും അഭിമാനിക്കാവുന്ന പേരായി മാറിക്കഴിഞ്ഞു ഈ താരം. പക്ഷേ താരം ഉൾപ്പെടുന്നത് രണ്ടാമത്തെ വിഭാഗത്തിലാണ്. സിനിമയിലേക്ക് വരണമെന്ന ആഗ്രഹമോ അതുമല്ലെങ്കിൽ വരാനുള്ള തയ്യാറെടുപ്പുകളോ ഒന്നുമില്ലാതെ സിനിമാ നടിയായ വ്യക്തിയാണ് ഈ താരം. അത് വേറെ ആരുമല്ല, സത്യൻ അന്തിക്കാട് ചിത്രം മനസ്സിനക്കരയിലൂടെ മലയാളികളുടെ മനം കവർന്ന നയൻതാരയാണ് ഈ താരം. നടി നയൻതാരയുടെ കുട്ടിക്കാലത്തെ മുഖമാണ് നേരത്തെ കണ്ടത്. ഡയാന കുര്യൻ എന്ന കുട്ടി നയൻതാര. സിനിമയുടെയും തന്റെ തന്നെയും തലവര തിരുത്തി കുറിക്കാൻ ഇടയായതൊരു മാസികയുടെ കവർ ചിത്രമായി അടിച്ചു വന്ന നടിയുടെ ഒരു ചിത്രമാണ്. ആ മുഖചിത്രം കണ്ട് ഒരു സംവിധായകൻ ആ മാസികയുടെ തലവനെ വിളിച്ച് നമ്പർ എടുത്തു നേരെ താരത്തെ വിളിക്കുകയായിരുന്നു. അപ്പോൾ പൂർണ്ണമായ ഉത്തരം നൽകാനാവാതെ ആ താരം കുഴങ്ങി. കൊടുത്ത മറുപടി പക്ഷേ തന്റെ ജീവിതം ആകെ മൊത്തം തിരുത്തിക്കുറിക്കാൻ ഇടയാവുന്നതായി മാറുകയും ചെയ്തു. നായിക യെസ് പറഞ്ഞുവെങ്കിലും അപ്പോഴും കുടുംബത്തിന്റെ എതിർപ്പ് തുടർന്നു. അച്ഛനമ്മമാർ മകൾ അഭിനയിക്കുന്നതിന് വിലങ്ങുതടിയായില്ല. എങ്കിലും മറ്റു ചില ബന്ധുക്കൾ ഇത്തരമൊരു തെരഞ്ഞെടുപ്പിനെ പൂർണ്ണമായും എതിർത്തു. ആ കാര്യം നടി സംവിധായകനോട് മറച്ചുവെച്ചില്ല. എന്നാലും സെറ്റിൽ ഒന്ന് വന്ന് നോക്കൂ എന്നായിരുന്നു സംവിധായകന്റെ പ്രതികരണം. നായികയായി നിശ്ചയിച്ചാൽ പിന്നെ മാറ്റുന്നതെങ്ങനെ? ഷൂട്ടിംഗ് കണ്ടു നടന്ന പെൺകുട്ടി കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ക്യാമറയുടെ മുന്നിലെത്തി. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഡയാന കുര്യൻ സിനിമയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പഠിച്ചൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി പോയേനെ. പകരം എത്തിച്ചേർന്നത് മലയാള സിനിമയിലും അവിടെ നിന്നും ചിറകടിച്ചു പറന്നത് തെന്നിന്ത്യൻ സിനിമയിലേക്കും ആയിരുന്നു. അടുത്തിടെ നയൻതാരയെ കുറിച്ച് പുറത്തിറങ്ങിയ ഡോക്യുമെന്ററിയായ നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന ചിത്രത്തിലാണ് നയൻതാരയുടെ ചില അപൂർവ കുട്ടിക്കാല ചിത്രങ്ങൾ പുറത്തുവരുന്നത്. നയൻതാരയുടെ മക്കളായ ഉയിരിൽ ഉയിരിനാണ് അമ്മയുടെ മുഖച്ഛായ അതേപടി പകർന്നു കിട്ടിയത്. അമ്മയുടെ പകർപ്പായ മകന്റെ ഒപ്പം നയൻതാരയും അച്ഛന്റെ മുഖച്ഛായുള്ള മകൻ ഉലഗ് വിഘ്നേഷ് ശിവന്റെ ഒപ്പവുമാണ് കൂടുതലായും കാണുക. ഈ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമുകൾ ചേർന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നുണ്ട്. ഇന്ന് മലയാളത്തിലും തമിഴിലും മാത്രമല്ല ബോളിവുഡിലും നയൻസ് എന്ന ഓമന പേരിൽ വിളിക്കപ്പെടുന്ന നയൻതാര എൻട്രി നടത്തി കഴിഞ്ഞു. വരവ് തന്നെ കിങ് ഖാൻ ഷാറൂഖ് ഖാൻ നായകനായ ചിത്രമായ ജവാനിലൂടെയായിരുന്നു. ചിത്രമാകട്ടെ ബോക്സ് ഓഫീസിൽ കോടികൾ തൂത്തുവാരിയ ശേഷം മാത്രമാണ് തിയേറ്റർ പടയോട്ടം അവസാനിപ്പിച്ചത്. നയൻതാരയുടെ ഭർത്താവ് വിഘ്നേഷ് ശിവനുമായി ചേർന്ന് ഒരു നിർമ്മാണ കമ്പനി ആരംഭിച്ചിട്ടുണ്ട്. ഇവരുടെ പുതുചിത്രമായ ലവ് ഇൻഷുറൻസ് കമ്പനിയിലെ ധീമാ ധീമാ എന്ന ഗാനം ഇപ്പോൾ വൻ ട്രെൻഡിംഗ് ആയി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വരും വീഡിയോസിനായി കാത്തിരിക്കുക.